ഞങ്ങൾ സ്കൂളിൽ ചുമ്മാ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ബേസ്ഡ് ആണ് ഞാൻ പഠിച്ചിരുന്നത്. പക്ഷേ ട്രിപ്പിൾ ഐയിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ സയൻസ് പിള്ളേർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ട് ബേസിക് കാര്യങ്ങൾ പഠിച്ചു തന്നപ്പോൾ അവർ പഠിപ്പിച്ചു തരുന്നത് എന്തുകൊണ്ട് നമ്മളിത് പഠിക്കുന്നു, നമ്മുടെ റിയൽ ലൈഫിൽ ഇത് എന്തുകൊണ്ട് ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ദിവസം പത്രത്തിൽ ന്യൂസ് കണ്ടു, പെട്ടെന്ന് അപ്രോച്ച് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ +2ൻ്റെ ഒപ്പം ഈ CA പഠിക്കാന്നുള്ളൊരിത് വന്നത്. ഞാൻ പറയുകയാണെങ്കിൽ പിള്ളേരുടെ കുട്ടികളുടെ ആഗ്രഹത്തിനൊത്തുള്ള അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റിന് വിടണമെന്നാണ് പറയുന്നത്. CA പഠിച്ചെടുക്കണം എന്നുണ്ട്. പിന്നെ ഓബ്വിയസ്ലി നമ്മൾ നല്ല സാലറി ഉണ്ട്. പിന്നെ ഇപ്പോൾ സൊസൈറ്റിയിൽ CA കുറിച്ച് അവെയറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല റെപ്യൂട്ടേഷനാണ്, നമുക്ക് നല്ലൊരു വിലയാണ് സൊസൈറ്റിയിൽ. പിന്നെ അവളുടെ കരിയറും അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ തന്നെ ചൂസ് ചെയ്തു. ഞങ്ങൾ പുറകെ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് ഉണ്ടായിരുന്നുള്ളൂ. അവൾ തന്നെയാണ് എല്ലാം ചൂസ് ചെയ്യുന്നത്, അവളുടെ കാര്യങ്ങൾ. ഫിനാൻഷ്യലി പെട്ടെന്ന് സ്റ്റേബിൾ ആവാൻ പറ്റും. 4.5 വർഷം കൊണ്ട് നമുക്ക് 4 വർഷം കൊണ്ട് പേപ്പർ എഴുതിയെടുത്താൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. ഹായ്, എൻ്റെ പേര് അർച്ചന. ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിലെ +2 കൊമേഴ്സ് സ്റ്റുഡൻ്റാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അച്ഛമ്മയാണുള്ളത്. ചേച്ചി ഇപ്പോൾ BMS സ്റ്റുഡൻ്റാണ്, ഫസ്റ്റ് ഇയർ. എൻ്റെ അച്ഛൻ കൺസ്ട്രക്ഷൻ വർക്കാണ്, അമ്മ ഒരു ഓഫീസ് സ്റ്റാഫാണ്. ശ്രീവിദ്യ സന്തോഷ് എന്ന് പറഞ്ഞ മാം ഉണ്ടല്ലോ, ആ മാമിൻ്റെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ ഐ. അപ്പോൾ അങ്ങനെയാണ് ട്രിപ്പിൾ ഐ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞത്. ഹായ്, ഞാൻ കൃഷ്ണ, അർച്ചനയുടെ ചേച്ചിയാണ്. എൻ്റെ പേര് ബിന്ദു, ഞാൻ അർച്ചനയുടെ അമ്മയാണ്. ഞാൻ BMS സ്റ്റുഡൻ്റാണ്. ഞാൻ സയൻസ് ഫീൽഡാണ്. അവൾ കൊമേഴ്സ് എടുത്തു. വേറെ രീതിയിലേക്ക് മാറി ചിന്തിച്ചത് സന്തോഷം. കോമ്പറ്റീഷൻ ഉണ്ടാവരുതല്ലോ. പിന്നെ ഒരു ദിവസം പത്രത്തിൽ ന്യൂസ് കണ്ടു, പെട്ടെന്ന് അപ്രോച്ച് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ +2ൻ്റെ ഒപ്പം ഈ CA പഠിക്കാന്നുള്ളൊരിത് വന്നത്. എനിക്ക് അർച്ചന സയൻസ് എടുത്ത് ആ രീതിയിൽ പോകണമെന്നായിരുന്നു ഇഷ്ടം. പക്ഷേ സയൻസ് എടുക്കണമെന്ന് ആ ലാസ്റ്റ് നിമിഷം വരെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അവളുടെ ആഗ്രഹം കൊമേഴ്സ് തന്നെയാണെന്ന് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ നല്ലതാണ്. ഞാൻ ബ്രിഡ്ജ് കോഴ്സാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തത്. പിന്നെ ഈ ഒരാഴ്ചയായിട്ട് കുറച്ച് ഇതായതുകൊണ്ട് ഇപ്പോൾ ശനി ഞായറും കാണാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് കാണാൻ പറ്റിയില്ല. ക്ലാസ് ശരിക്കും തുടങ്ങിയിട്ടില്ല. ബ്രിഡ്ജ് ക്ലാസ് കണ്ടു. അപ്പോൾ ലോയിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനെയൊക്കെ നല്ല ഇഷ്ടമായി. ഞാൻ +1 +2 കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സിൽ ഞങ്ങൾ സ്കൂളിൽ പഠിച്ച് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ക്ലാസ് വെച്ച് ഇവർ വൈനെക്കുറിച്ച്, അതായത് എന്തുകൊണ്ട് ഇത് പഠിക്കുന്നതിനെ കുറിച്ചാണ് ഇവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞങ്ങൾ സ്കൂളിൽ ചുമ്മാ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ബേസ്ഡ് ആണ് ഞാൻ പഠിച്ചിരുന്നത്. പക്ഷേ ട്രിപ്പിൾ ഐയിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ സയൻസ് പിള്ളേർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ട് ബേസിക് കാര്യങ്ങൾ പഠിച്ചു തന്നപ്പോൾ അവർ പഠിപ്പിച്ചു തരുന്നത് എന്തുകൊണ്ട് നമ്മളിത് പഠിക്കുന്നു, നമ്മുടെ റിയൽ ലൈഫിൽ ഇത് എന്തുകൊണ്ട് ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ള കാര്യം അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അതൊക്കെ പഠിച്ചത് ഇതിനു വേണ്ടി ആയിരുന്നല്ലേ എന്ന് എനിക്ക് ഇപ്പോഴാണ് റിയലൈസേഷൻ വന്നത്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി +1 മാർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ +2 അതിനേക്കാൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ട്രിപ്പിൾ ഐ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുന്നു. കൊമേഴ്സ് എടുക്കണമെന്ന താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടു. പിന്നെ CA ചൂസ് ചെയ്തതിൽ സന്തോഷമുണ്ട്. CAയുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അന്നേരമാണ് ട്രിപ്പിൾ ഐനെ പറ്റി അറിഞ്ഞത്. പിന്നെ ലോയിനെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പം അതിൽ നിന്ന് മാറ്റി ചിന്തിക്കണമെന്ന് തോന്നിയോണ്ട് പിന്നെ പത്രത്തിലൊക്കെ കണ്ടായിരുന്നു ട്രിപ്പിൾ ഐയുടെ. ഞാൻ 10 സയൻസ് എടുക്കാൻ തന്നെയായിരുന്നു. സയൻസ് എടുത്ത് മറ്റേ നമ്മൾ അലോട്ട്മെൻറ്റ് വെക്കില്ലേ, അലോട്ട്മെൻറ്റ് വെക്കുക സയൻസിനേക്കാൻ പോയപ്പോൾ എനിക്കെന്തോ മാനസാധനം വന്നു. ഞാൻ അമ്മേനോട് പിന്നെയും പോയി ചോദിച്ചു, അമ്മ സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എജ്യൂപോർട്ടിൻ്റെ ഒരു ട്രയൽ ക്ലാസ് ഉണ്ടായിരുന്നു, സയൻസ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മാത്സ് ആണ് അവരുടെ ക്ലാസ് എടുത്തത്. മാത്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നെക്കൊണ്ടൊന്നും താങ്ങാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ കൊമേഴ്സിലേക്ക് ഷിഫ്റ്റായി ഇത് അലോട്ട്മെൻറ്റ് വെച്ചു. അങ്ങനെ ട്രിപ്പിൾ ഐയിൽ ജോയിൻ ചെയ്ത് പിന്നെ +2ൻ്റെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഞാൻ പറയുകയാണെങ്കിൽ പിള്ളേരുടെ കുട്ടികളുടെ ആഗ്രഹത്തിനൊത്തുള്ള അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റിന് വിടണമെന്നാണ് പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യണം, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം. ടീച്ചേഴ്സൊക്കെ നല്ലതായിട്ടാണ് തോന്നിയത്. ഞാൻ കുറച്ച് ക്ലാസ്സേ കണ്ടുള്ളൂ. അപ്പോൾ സാറ് അടിപൊളിയാണ്. പിന്നെ എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായി. ടീച്ചർ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക്
വേറെ കുറേ എക്സാമ്പിൾസൊക്കെ വെച്ച് പഠിപ്പിച്ചു തരും. അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറും അടിപൊളിയാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് CA ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. CA എടുക്കാൻ എൻ്റെ 2 കസിൻസ് ഇപ്പോൾ CA പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ CA ഭയങ്കര ടഫാണെന്നുള്ള ഇതറിയാം. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ടഫായുള്ളൊരു എക്സാം പഠിച്ചെടുത്തിരുന്ന അതൊക്കെ ഒരു ഇതാണെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ CA പഠിച്ചെടുക്കണം എന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ നല്ല സാലറി ഉണ്ട്. പിന്നെ ഇപ്പോൾ സൊസൈറ്റിയിൽ CA കുറിച്ച് അവെയറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല റെപ്യൂട്ടേഷനാണ്, നമുക്ക് നല്ലൊരു വിലയാണ് സൊസൈറ്റിയിൽ. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യലി പെട്ടെന്ന് സ്റ്റേബിൾ ആവാൻ പറ്റും. 4.5 വർഷം കൊണ്ട് നമുക്ക് 4 വർഷം കൊണ്ട് പേപ്പർ എഴുതിയെടുത്താൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ്, അതും ഇത്രയും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇപ്പോൾ ചേച്ചി ഇപ്പോൾ BAMS പഠിക്കണം. അപ്പം എൻട്രൻസിനൊക്കെ കുറേ ക്യാഷ് 2 ലക്ഷത്തിൽ കൂടുതൽ എന്തായാലും ആയിട്ടുണ്ട്. പക്ഷേ ഇതെന്നൊക്കെ പറയുന്നത് കുറഞ്ഞ ചിലവിൽ ഇത്രയും നല്ലൊരു പൊസിഷനിൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ CA ആണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ACCA എന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് നല്ല സ്കോപ്പാണ്. പക്ഷേ എനിക്കിപ്പോൾ വീട്ടിൽ നിൽക്കണം എന്നാണ്, പുറത്ത് പോകണമെന്ന് വലിയ ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് CA ഉള്ളതിൽ 4 ബെറ്റർ CA ആയതുകൊണ്ട് ഞാൻ CA ചൂസ് ചെയ്തു. അവൾക്ക് കൂടുതലും സയൻസ് സബ്ജക്റ്റിനോടായിരുന്നു താല്പര്യം. ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അവളുടെ രീതിക്ക് ഞങ്ങൾ അവളെ വിട്ടു. പിന്നെ അവളുടെ കരിയറും അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ എന്നെ ചൂസ് ചെയ്തു. ഞങ്ങൾ പുറകെ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് ഉണ്ടായിരുന്നുള്ളൂ. അവൾ തന്നെയാണ് എല്ലാം ചൂസ് ചെയ്യുന്നത്, അവളുടെ കാര്യങ്ങൾ. എല്ലാവരും സയൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ ആ ഒരു ഇതിലല്ല പാരൻസ് ഒന്നെങ്കിൽ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഭയങ്കര സ്കോപ്പായിട്ട് തന്നെയാണ് നേഴ്സിംഗ്. ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കുക, അങ്ങനെയുള്ള ഒരു സയൻസ് ഫീൽഡിലുള്ള കുറേ കോഴ്സുകൾ. അപ്പോൾ അതൊക്കെ വെച്ചാൽ സ്റ്റേബിളാണ്, ശരിയാണ്, പ്രൊഫഷണൽ കോഴ്സുകളാണ്, നമ്മുടെ ലൈഫ് സെറ്റിലാവും. പക്ഷേ ഇതിനെക്കുറിച്ച് മാത്രമേ അവർക്ക് അറിവുള്ളൂ. ഈ വേറൊരു സെക്ഷനിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് നമുക്ക് IAS എടുക്കാം, അങ്ങനെ ഒരു രീതിയിലേക്കൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സയൻസ്. പിന്നെ പൊതുവേ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ ഒരു ഇതിലാണല്ലോ വെച്ചിട്ട് പോയിരിക്കുന്നത്. ഞാൻ തന്നെ സയൻസ് വലിയ സംഭവമാണ്, കൊമേഴ്സ് ഇതാണ് ഭയങ്കര എളുപ്പമാണെന്നൊക്കെ വിചാരിച്ച് എന്നാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്. പിന്നെ ഇവർക്ക് ഇങ്ങനത്തെ കോഴ്സിനെ കുറിച്ചൊന്നും ഒട്ടും ഇത് അറിവില്ലായിരിക്കും. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ ഉയർന്നു വരുന്ന ഒരു ഇതിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ എന്ത് ബിസിനസ് എൻ്റർപ്രൈസസ് ആണെങ്കിലും നമുക്കവിടെ അക്കൗണ്ട്സ് വേണം, എല്ലാത്തിലും മാത്സ് വേണം. അപ്പം നമുക്ക് അക്കൗണ്ട്സ്, ഇപ്പം ഒരു ഫിനാൻഷ്യൽ പൊസിഷൻസൊക്കെ, ഒരു സംഭവത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ അറിയണമെങ്കിൽ നമ്മളൊരു അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പോകും. അപ്പോൾ എല്ലായിടത്തും അക്കൗണ്ടൻസ് ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ സംഭവങ്ങളെന്ന് ആൾക്കാർക്ക് അറിയില്ല. പിന്നെ അവൾക്ക് കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു പ്രൊഫഷനാണ്. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തു. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അവൾക്ക് ഡാൻസ്, പാട്ട്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും അവർക്ക് നല്ല സാമർഥ്യവും കാര്യമൊക്കെ ഉണ്ട്. കുഞ്ഞിലേ തൊട്ട് ഡാൻസിന് കൊണ്ടുപോവുകയും അതിനൊക്കെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. CA കഴിഞ്ഞിട്ട് എനിക്ക് ലോയിൻ്റെ കാര്യങ്ങൾ, കുറച്ച് ലോ പരമായ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. പിന്നെ എനിക്ക് ഡാൻസ് ഇപ്പം ഞാൻ നിർത്തി വെച്ചേക്കുക, ഡാൻസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് പൊളിറ്റിക്സിൽ ഇറങ്ങണം എന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ ഇറങ്ങണം. പിന്നെ ഞാനിപ്പോൾ ചെറുതായിട്ട് മോഡലിംഗ്, അങ്ങനത്തെ സിനിമാപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മോഡലിങ്ങും കുറച്ച് ഷോസും ചെയ്യണമെന്നുണ്ട്. പിന്നെ സിനിമയിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ സിനിമയിൽ കയറണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ. പിന്നെ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്, പാട്ടും വയലിനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ CAയുടെ ഒപ്പം തന്നെ തുടർന്ന് അതൊരു നല്ല പൊസിഷനിൽ എത്തിക്കണം എന്നുണ്ട് എല്ലാം. പിന്നെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണം. അതിപ്പോൾ ചേച്ചി ഇപ്പോൾ ഇനി ചേച്ചി നോക്കോളും, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും. പിന്നെ അമ്മയ്ക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ട്രാവൽ ചെയ്യണമെന്ന്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അച്ഛനും പിന്നെ കുറേ വലിയ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നടത്തി കൊടുക്കണം. ഓൾറെഡി ഞാനിപ്പോൾ 4 പേരെ റെക്കമെൻഡ് ചെയ്തു. ഒരാളിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. പിന്നെ 2 പേര് വേറെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് 2 പേര് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഒരു +2 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി റെക്കമെൻഡ് ചെയ്യും. നല്ല ക്ലാസ്സാണ്, പിന്നെ നല്ല ഫാക്കൽറ്റീസാണ്.